നിങ്ങൾ താജ്മഹൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവില്ലേ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ താജ്മഹലിന്റെ മുമ്പിലായിട്ട് ഒരു പയ്യനുണ്ട്. മുഹമ്മദ് ആരിഫ് എന്നാണ് അവന്റെ പേര്. 10 വയസ്സായ സമയത്താണ് ഇവനെ ആളുകൾ ശ്രദ്ധിക്കുന്നതും അവന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകുന്നതും. കാരണം ഈ 10 വയസ്സുകാരൻ ഇപ്പൊ 14 വയസ്സായി. ആ സമയത്ത് 10 വയസ്സുള്ള സമയത്ത് തന്നെ 15ഓളം ഭാഷകൾ അവൻ വളരെ ഭംഗിയായിട്ട് അവൻ കൈകാര്യം ചെയ്യും. അതൊരു വലിയ അത്ഭുതമായിരുന്നു. അപ്പൊ അവനോട് ചോദിക്കണം, എങ്ങനെ നീ ഇത് സ്വായത്തമാക്കി എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത്, ഞാൻ 6 വയസ്സ് മുതൽ തന്നെ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് ആദ്യം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആംഗ്യ ഭാഷയിലാണ് ആളുകൾ സംസാരിച്ചിരുന്നത്. പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഏതൊരു ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ മുഹമ്മദ് ആരിഫിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു 3 പാഠങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, സ്റ്റാർട്ട് ബിഫോർ യു ഫീൽ റെഡി. ആക്ച്വലി നമ്മൾ പല കാര്യങ്ങളും നമ്മളെല്ലാം റെഡി ആയിട്ട് എല്ലാം പെർഫെക്ഷൻ ആയതിനു ശേഷം മാത്രം ചെയ്യാം എന്നുള്ള ചിന്തയേ വേണ്ട. നമുക്ക് തന്നെ അറിയാം നമ്മൾ റെഡി ആയിട്ടില്ല എന്ന്. കുഴപ്പമില്ല, ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളാം ഞാൻ പറഞ്ഞത്. ആരിഫിന്റെ കേസ് ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ. കാരണം വെച്ചാൽ ഒന്നും അറിയാത്തൊരു പയ്യൻ അവിടെ നിന്ന് പയ്യെ 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 ആംഗ്യ ഭാഷകളുടെ പഠിച്ചാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മാറിയത്. അപ്പൊ അതേപോലെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അറിയില്ല, കുഴപ്പമില്ലെന്നേ. അത് മുഴുവൻ പെർഫെക്ഷൻ ഒന്നും വേണ്ട. പക്ഷെ സ്ലോലി അത് നമ്മൾ ഗ്രോ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ, സെയിൽസ് ഈസ് സർവീസ്. സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ നമ്മളൊരു മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു നല്ല സർവീസാണ്. ആ ഒരു ചിന്തയിൽ ആ ഒരു മെന്റാലിറ്റിയിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം, ട്രസ്റ്റ് ബിൽഡ് ത്രൂ കൺസിസ്റ്റൻസി. ആക്ച്വലി നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വളരെ നല്ലതാണ് എന്ന് ഒരാൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും സെയിം ഇതേ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അതേ ലെവലിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഏതൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാലും ആളുകൾ വന്ന് വാങ്ങിക്കും. കാരണം അവർക്ക് നമ്മളുമായിട്ട് നല്ലൊരു ട്രസ്റ്റ് അവിടെ ഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെവലിലായിരിക്കും. അപ്പൊ അവർക്ക് ആവശ്യമായിട്ട് എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈഫ് ടൈം ആക്സസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇതിനകത്തുണ്ട്. ഇത് കൂടാതെ തന്നെ ഓൾറെഡി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കതൊന്ന് സ്കെയിലബിൾ ആക്കാനും വളരാനും അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും ആവശ്യമായിട്ടുള്ള എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ചെയ്യേണ്ട കാര്യം, താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.